ദൈവത്തിൻ്റെ ആലോചന കേൾക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനവും സ്വാഗതവും അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിനാധാരമായിട്ട് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. ദൈവം എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടില്ല, നിയമിച്ചിരിക്കുന്നുവെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ദൈവമാണ് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്ന ഒരു വലിയ അപ്പോയിന്റ്മെന്റ് ആണ്, നിയമനമാണ് മരണം. അതിന് ശേഷമുള്ള നിയമനമാണ് ന്യായവിധി. നമുക്കറിയാം, അപ്പോയിന്റ്മെന്റ് കീപ്പ് ചെയ്യാനായിട്ട് നാം വളരെ ശ്രദ്ധിക്കും. നാളെ രാവിലെ 10 മണിക്ക് ഒരു വിസ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ 8 മണിക്ക് പോയി ക്യൂ നിൽക്കാൻ നമുക്കൊരു മടിയുമില്ല. മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു അപ്പോയിന്റ്മെന്റ് നാം എടുത്തിട്ടുണ്ടെങ്കിൽ, ഡോക്ടറുടെ ഓഫീസിലാണെങ്കിൽ തക്ക സമയത്ത് തന്നെ നാം ചെന്ന് ആ റിസപ്ഷനിസ്റ്റെ കണ്ട് ആ വാതിക്കൽ ചെന്ന് ഇരിക്കും. കാരണം 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യർക്കും ഉള്ള 2 അപ്പോയിന്റ്മെന്റുകളെ കുറിച്ച് നാം ഇവിടെ വായിക്കുകയാണ്. 1 മരണം, 2 അതിനുശേഷം ന്യായവിധി. മാറ്റുവാൻ കഴിയാത്ത, അലംഘനീയമായ, വ്യത്യാസപ്പെടുത്താൻ കഴിയാത്ത ഒന്നാമത്തെ അപ്പോയിന്റ്മെന്റ് മരണം എന്നുള്ളതാണ്. നമുക്കറിയാം, കേൾക്കാൻ വളരെ രസമുള്ള ഒരു കാര്യമല്ല ഈ മരണത്തെക്കുറിച്ചുള്ള പ്രസംഗം. എന്നാൽ മുന്നറിയിപ്പ് ആവശ്യമാണ് താനും. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിലുണ്ടായ, തെക്കൻ കേരളത്തിലുണ്ടായ വലിയ ചുഴലിക്കാറ്റിന്റെ ഫലമായിട്ട് നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ മരണമടയുവാനിടയായ വാർത്തയാണ് എല്ലാ ദിവസവും പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജനങ്ങൾ വളരെ രോഷം കൊണ്ടൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുന്നറിയിപ്പ് ശരിയായി നൽകിയില്ല എന്നുള്ളതാണ്. മുന്നറിയിപ്പ് നൽകുന്നത് പേടിപ്പിക്കാനല്ല, മുന്നറിയിപ്പ് നൽകുന്നത് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ്. മുന്നറിയിപ്പ് സുഖകരമായ ഒരു കാര്യമല്ല, ഭയം ഉളവാക്കുന്ന കാര്യമാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ മുന്നറിയിപ്പ് നൽകുന്നത് വെറുതെ പേടിപ്പിക്കാൻ നൽകുന്ന മുന്നറിയിപ്പല്ല, രക്ഷപ്പെടാനായിട്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത്. കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ അനേകർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്നാണ് നമ്മുടെ പത്രങ്ങളിൽ നിന്ന് നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മരണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചൊക്കെ ഇവിടെ പ്രസംഗിക്കുന്നത് മുന്നറിയിപ്പായിട്ട് കാണണം. ആ മുന്നറിയിപ്പ് വെറുതെ പേടിപ്പിക്കാനായിട്ട് പറയുന്നതല്ല, രക്ഷപ്പെടുവാൻ, അപകടത്തിൽ പെടാതിരിക്കുവാൻ ഉള്ള മുന്നറിയിപ്പായിട്ട് അതെടുക്കേണ്ടതാണ്. മരണം ഒരു നിയമനമാണ്, അപ്പോയിന്റ്മെന്റ് ആണ്, എല്ലാവർക്കുമുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. W.A. ക്രിസ്വൽ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ദൈവദാസൻ തൻ്റെ ഒരു സുവിശേഷ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കഥ ഞാൻ വായിക്കുകയുണ്ടായി. ആ കഥ ഇങ്ങനെയാണ്. ബസ്ര എന്ന് പറയുന്ന നഗരത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാള് ഒരു ദിവസം വന്ന് അയാളുടെ യജമാനോട് പറഞ്ഞു, സാറിന്റെ കുതിര, വളരെ വേഗത്തിൽ ഓടുന്ന ഒരു കുതിരയുണ്ടല്ലോ, ആ കുതിര എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വേണം. അപ്പോൾ യജമാനൻ ചോദിച്ചു, എന്തിനാ എന്റെ കുതിര നിനക്ക്? അവൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഈ പട്ടണത്തിൽ കൂടെ, ബസ്ര നഗരത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ വഴിയിൽ മരണം നിൽക്കുന്നു. ആ മരണം എന്നെ തുറിച്ചു നോക്കി, ഞാൻ ഭയപ്പെട്ടു പോയി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബാഗ്ദാദിലേക്കൊന്ന് ഓടി രക്ഷപ്പെടണം. കാരണം ഈ വഴിയിൽ മരണം നിപ്പുണ്ട്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ സ്പീഡിൽ ഓടുന്ന സാറിന്റെ കുതിര ഒന്ന് തരണം, ഞാൻ അതുമായിട്ട് ബാഗ്ദാദ് പട്ടണത്തിലേക്ക് ഓടുകയാണ് എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, സാരമില്ല, നിനക്ക് പേടിയാണെങ്കിൽ നീ കുതിര എടുത്തോ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അവൻ കുതിരയും കൊണ്ട് ഓടി. ഈ യജമാനൻ അടുത്ത ദിവസം വഴിയിൽ കൂടെ, അന്ന് തന്നെ വഴിയിൽ കൂടെ പോകുമ്പോൾ മരണം വീണ്ടും വഴിയിൽ നിൽക്കുന്നു. അപ്പോൾ യജമാനൻ ചോദിച്ചു, ചങ്ങാതി, നീ എന്തിനാ എന്റെ ഒരു തൊഴിലാളിയെ തുറിച്ചു നോക്കി ഭയപ്പെടുത്തിയത്? അവൻ വല്ലാതെ പേടിച്ച് ബാഗ്ദാദിലേക്ക് ഓടിപ്പോയല്ലോ. അപ്പോൾ മരണം പറഞ്ഞു, എന്റെ സാറേ, ഞാൻ പേടിപ്പിക്കാൻ നോക്കിയതല്ല. നാളെ അവനുമായിട്ട് ബാഗ്ദാദിൽ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നാളെ അപ്പോയിന്റ്മെന്റ് ഉള്ള അവൻ ഇന്നും ബസ്രയിൽ നിൽക്കുകയാണോ എന്ന് വിചാരിച്ച് ഞാൻ സൂക്ഷിച്ചു നോക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ പേടിപ്പിക്കാൻ നോക്കിയതല്ലെന്ന് പറഞ്ഞു. നമ്മുടെ ചങ്ങാതി ഇപ്പൊ എങ്ങോട്ടാ കുതിരപ്പുറത്ത് പോയിരിക്കുന്നേ? ബാഗ്ദാദിലോട്ട് പാഞ്ഞിരിക്കുക. എന്താ കാര്യം? നാളെ ബാഗ്ദാദിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ,
കുതിരപ്പുറത്താണെങ്കിലും നാട്ടിലൊരു ഒരു ഭാഷയുണ്ട്, കഷ്ടം ബുദ്ധിമുട്ട് ഓട്ടോറിക്ഷ പിടിച്ചാണെങ്കിലും വരുമെന്ന് എന്ന് പറഞ്ഞതുപോലെ വരണ്ട അപ്പോയിന്റ്മെന്റ് ഏത് വിധേനയും വരും. നീ ബസറയിൽ നിന്നാലും വരും, നീ കുതിരപ്പുറത്ത് ബാഗ്ദാദിലേക്ക് ഓടിപ്പോയാൽ അവിടെ നിന്റെ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും. ആർക്കും മാറ്റുവാൻ കഴിയാത്ത ഒരു അപ്പോയിന്റ്മെന്റ് ആണ് മരണമെന്നുള്ള യാഥാർത്ഥ്യം. മറ്റൊരു ഭാവന ആരോ പറഞ്ഞുണ്ടാക്കിയതാണ്. മരണത്തെക്കുറിച്ചൊരു ഭാവന ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആ ഭാവനയുടെ ഒറിജിനൽ അല്പം മാറ്റി എൻ്റെ സ്വതസിദ്ധമായ നിലയിൽ ഞാനതാക്കി അതിന്റെ റിവൈസ്ഡ് വെർഷൻ ഞാൻ പറയുകയാണ്. ആ ഭാവന എങ്ങനെയാണ്? ചെറുപ്പക്കാരനായ ഒരാളുടെ അടുത്ത് പെട്ടെന്ന് മരണം വന്നു. അപ്പോൾ ഈ യുവാവ് പറഞ്ഞു, എന്നാലും ചങ്ങാതി ഇത് ശരിയല്ല, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്രയും ആരോഗ്യമുള്ള എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ വന്നത് ശരിയായില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വരാൻ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് നീ വരികയാണെങ്കിൽ മുന്നറിയിപ്പ് സൂചനയൊക്കെ തന്നിട്ട് വേണ്ടേ വരാൻ. കൊടുന്നനവ പറയാതെ പെട്ടെന്ന് നിന്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒഴിവാക്കണം. മുന്നറിയിപ്പൊക്കെ തന്ന് പതുക്കെ പിന്നെ എപ്പോഴെങ്കിലും വരിക, ഇപ്പോൾ എനിക്ക് വരാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. മരണം പറഞ്ഞു, ഞാൻ ആർക്കും അങ്ങനെ ഒഴികഴിവൊന്നും കേട്ട് മാറുന്നയാളല്ല, വന്നാൽ കൊണ്ടേ പോകൂ. പക്ഷേ നീ ഇത്രയും കരഞ്ഞു പിടിച്ചു പറഞ്ഞുകൊണ്ടും നീ ചെറുപ്പമായതുകൊണ്ടും ഞാൻ ഇപ്പൊ പോവുകയാണ്, പിന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ മുന്നറിയിപ്പ് കൊടുക്കാമെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മരണം പോയത്. വർഷങ്ങൾ കഴിഞ്ഞു, ഒരു ദിവസം മരണം ശരിക്കും വന്നപ്പോൾ ഈ ആള് പറഞ്ഞു, അയ്യോ അന്നെന്താ നമ്മൾ തമ്മിൽ ഉണ്ടായ ധാരണ? മുന്നറിയിപ്പ് തന്നിട്ട് വരൂ അല്ലേ വരുമെന്നല്ലേ പറഞ്ഞ്, എന്നിട്ട് മുന്നറിയിപ്പൊന്നും തന്നില്ലല്ലോ. പെട്ടെന്ന് പിന്നെ വന്നത് ശരിയായില്ല. വാക്ക് പാലിക്കണം കേട്ടോ, സൂചന തന്നിട്ടേ വരുവുള്ളെന്നാ പറഞ്ഞേ. അപ്പൊ മരണം ചോദിച്ചു, കഴിഞ്ഞ ദിവസം ആ കണ്ണാടിക്കടയുടെ മുമ്പിൽ നിൽക്കുന്ന കണ്ടല്ലോ, എന്താ അവിടെ നിൽക്കുന്ന, എന്തിനായിരുന്നു അവിടെ നിന്നേ? അപ്പൊ ഇയാള് പറഞ്ഞു, അത് കണ്ണിന്റെ കാഴ്ച ചെറുതായിട്ടൊക്കെ ഒന്ന് കുറഞ്ഞതായിട്ടൊക്കെ ഡോക്ടർ പരിശോധനയിൽ പറഞ്ഞു. അപ്പൊ ഒരു കണ്ണാടി മേടിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറിയെന്നേ ഉള്ളൂ. ഓ അത് ശരി. അപ്പൊ കഴിഞ്ഞ ദിവസം മെഡിക്കൽ സെന്ററിന്റെ കയറ്റം കയറുന്ന കണ്ടല്ലോ, എന്തിനാ അങ്ങോട്ട് പോയേ? കയറ്റം കയറി ആ മുകളിലോട്ട് പോകുന്ന കണ്ടല്ലോ. അപ്പൊ അയാള് പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രായമായാൽ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചെക്കപ്പ് ചെയ്യണമെന്ന്. അതിനൊരു ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ പോയെന്നേ ഉള്ളൂ. അത് ശരി. ഇന്നാളൊരു ദിവസം ആ ഡെന്റിസ്റ്റിന്റെ അവിടുന്ന് ഇറങ്ങി വരുന്ന കണ്ടല്ലോ, പല്ലിന്റെ ഡോക്ടറുടെ അടുത്തുനിന്ന്. അതെന്താ? അതേ പ്രായമൊക്കെ ആയില്ലേ, പല്ലൊക്കെ പതുക്കെ ആടാൻ തുടങ്ങി, അതൊന്ന് ശരിയായിട്ട് വെക്കാനായിട്ടൊന്ന് പോയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മരണം പറഞ്ഞു, അതാ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. മുന്നറിയിപ്പ് തരികയായിരുന്നു, ഈ പ്രാവശ്യം കൂടെ വന്നേ വെക്കൂ. നിന്റെ മുട്ടുവേദന, നിന്റെ നടുവേദന, തിരിയുമ്പം ഇവിടെ ഒരു പിടുത്തം, നടക്കാൻ മേല, നടക്കുമ്പം ശ്വാസം മുട്ടുന്നു, കിടന്നാൽ ഒരു വശം തിരിഞ്ഞ് കിടക്കാൻ മേല, പല പ്രശ്നങ്ങളാ. കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, പല്ല് മാറ്റിവെക്കണം, എല്ലാം മുന്നറിയിപ്പാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നല്ലൊരു കൂട്ടം ആളുകൾ മുന്നറിയിപ്പ് കിട്ടിയവരാണെന്നതിന് ഒരു സംശയമില്ല. നമുക്ക് മിക്കവാറും എല്ലാവർക്കും മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു, സൂചന കിട്ടിക്കഴിഞ്ഞു. ഇനി വാക്ക് പറഞ്ഞതനുസരിച്ച് ഏത് നേരവും വരും. കാരണം പറഞ്ഞതനുസരിച്ച് സൈൻ എല്ലാം തന്നു കഴിഞ്ഞു, വാണിംഗ് എല്ലാം തന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ചങ്ങാതിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്പെഷ്യൽ കേസായിട്ട് അനുവദിച്ചാണ്, അതുകൊണ്ട് ഇപ്പം വന്നേ പറ്റൂ, മുന്നറിയിപ്പെല്ലാം തന്നു. അപ്പൊ നമ്മുടെ കഥാനായകൻ പറഞ്ഞു, എന്റെ സാറേ വീടും സ്വത്തും പറമ്പും ഒക്കെ ഉണ്ട്, മക്കൾക്കത് വീതം വെച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല. വീതം വെക്കാതെ ഇവിടുന്ന് പോയാൽ എന്റെ കാലശേഷം ഇവന്മാരെല്ലാരും കൂടെ തമ്മിത്തല്ലായിരിക്കും. അതുകൊണ്ട് ഒരല്പസമയം അനുവദിക്കണം. ഡിസംബർ 31 മുമ്പ് ബാങ്കിൽ ആധാർ ഒന്ന് ലിങ്ക് ചെയ്തിട്ട് ജനുവരി ആദ്യ ആഴ്ച വീതം വെക്കാനിരിക്കുകയാണ്. ആ വില്ലൂടൊന്ന് എഴുതി കഴിയാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം, എങ്കിലേ കാര്യങ്ങൾ ശരിയാവൂ. വില്ലൊന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഒരു 3-4 ആഴ്ചയും കൂടെ എങ്കിലും നീട്ടിത്തരണം. മരണം പറഞ്ഞു, നിവൃത്തിയില്ല. നിന്റെ മക്കളുടെ സ്വത്ത് അത് എന്റെ വിഷയമല്ല, നീ അത് ആർക്ക് കൊടുക്കുന്നു അത് എന്റെ വിഷയമല്ല. മരണം വരുമ്പോൾ വന്നേ മതിയാകൂ. അന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകേണ്ടതായിരുന്നു, പക്ഷേ നീ കരഞ്ഞു പിടിച്ച് പറഞ്ഞതുകൊണ്ട് സ്പെഷ്യൽ കേസായിട്ട് നിന്നെ അനുവദിച്ചതാണ്. അതുകൊണ്ട് നിന്റെ വീതം വെച്ചോ ഇല്ലയോ, ബാങ്കിൽ ആധാർ ലിങ്ക് ചെയ്തോ ഇല്ലയോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുക, എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞ് മരണം അവനെ കൊണ്ടുപോയി എന്നാണ് ഭാവന. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഭാവനയാണെങ്കിലും ഇത് വെറും ഭാവനയല്ലെന്ന് നമുക്കെല്ലാം മനസ്സിലായി. ഈ ഭാവന മുഴുവൻ സത്യമാണ്.
മനസ്സിലാക്കാനായിട്ട് രസികന്മാരാരാണ്ട് കുറച്ച് തമാശ അതിന്റെ കൂടെ ചേർത്തന്നേ ഉള്ളൂ. അതൊഴിച്ചാൽ ബാക്കി മുഴുവൻ പറഞ്ഞത് കാര്യമാണ്. നടുവേദന, മുട്ടുവേദന, കണ്ണുവേദന, പല്ല് എന്ന് വേണ്ട സകല ലക്ഷണങ്ങളും കണ്ടു കഴിഞ്ഞു. ഏത് നിമിഷവും വരാം. കിട്ടാനുള്ള വാണിംഗ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇറ്റ് ഈസ് an appointment that cannot be deferred. മാറ്റിവെക്കാൻ കഴിയാത്ത, വ്യത്യാസപ്പെടുത്താൻ കഴിയാത്ത ഒരു അപ്പോയിന്റ്മെന്റ് ആണ് മരണം സകല മനുഷ്യർക്കും. രണ്ടാമത് ഈ ഭാഗം പറയുന്നത് മരണം കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിയാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അപ്പോയിന്റ്മെന്റ് ന്യായവിധിയാണ്. മരണമെന്ന അപ്പോയിന്റ്മെന്റ് മാറ്റാൻ കഴിയാത്തതുപോലെ തന്നെ ന്യായവിധി എന്ന അപ്പോയിന്റ്മെന്റും നിയമനവും മാറ്റാൻ കഴിയാത്തതാ. ഈ വാക്യം മറ്റനേക സത്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. മരണത്തിന് ശേഷം റീഇൻകാർണേഷൻ ഇല്ല, പുനർജനനം ഇല്ല എന്ന് ഈ വാക്യം വെളിവാക്കുന്നു. ഈ ആയുസ്സിൽ ഇങ്ങനെ ജനിച്ചിട്ട് ഇനി വേറെ ആയുസ്സിൽ ഇതിനനുസരിച്ച് വേറെ ജനിക്കുക, അങ്ങനെ ഒരു കാര്യം വേദപുസ്തകത്തിലില്ല. മരണം കഴിഞ്ഞാൽ പുനർജനനമില്ല, മരണം കഴിഞ്ഞാൽ റീഇൻകാർണേഷൻ ഇല്ല, മരണം കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിയേ ഉള്ളൂ. രണ്ട്, മരണത്തിന് ശേഷം മാനസാന്തരത്തിന് അവസരമില്ലെന്നും ഈ വാക്യം പറയുന്നു. ഒരിക്കൽ മരിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ ന്യായവിധിയാണ്, ശിക്ഷാവിധിയാണ്. മാനസാന്തരത്തിന് അവസരമില്ല, സെക്കൻഡ് ചാൻസ് ഇല്ല. മരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു അവസരമില്ല. ധനവാന്റെയും ലാസറിന്റെയും ആ സംഭവം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ അബ്രഹാം പിതാവ് ധനവാനോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഇനി യാതൊരു നിവൃത്തിയുമില്ലെന്നാ. ഇനി യാതൊരു നിവൃത്തിയുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യുകയല്ലാതെ മരണശേഷം സ്ഥലം മാറ്റമില്ല. അവിടുന്ന് ഇവിടെ വരുവാനോ ഇവിടുന്ന് അവിടെ വരുവാനോ കഴിയാതെ വണ്ണം നമുക്ക് മധ്യത്തിൽ വലിയൊരു പിളർപ്പുണ്ട്. യാതൊരു ട്രാൻസ്ഫറും പോസിബിൾ അല്ല. യാതൊരു സ്ഥലം മാറ്റവും മരണശേഷമില്ല. മാത്രമല്ല മരണശേഷം അവസരമില്ലെന്ന് വളരെ വ്യക്തമായിട്ട് ധനവാന്റെയും ലാസറിന്റെയും സംഭവത്തിൽ കൂടെ യേശുക്രിസ്തു പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരിക്കുക, പിന്നെ പുനർജന്മമില്ല, പിന്നെ അവസരമില്ല, പിന്നെ മാനസാന്തരപ്പെടാൻ അവസരമില്ല, ഒരിടത്തുനിന്ന് വേറൊരിടത്തും മാറാനായിട്ട് അവസരമില്ല. ഇതൊന്നുമില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, സുവിശേഷ സന്ദേശം കഴിഞ്ഞ രാത്രികളിൽ ഇവിടെ പ്രസംഗിച്ച ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞു, അത് സദ്വർത്തമാനമാണ്, നല്ല വാർത്തയാണ്, ആശ്വാസം തരുന്നതാണ്, സമാധാനം തരുന്നതാണ്, പാപക്ഷമ തരുന്നതാണ് എന്നൊക്കെയാണല്ലോ ഇവിടെ പറഞ്ഞത്. എന്നാൽ അത് മാത്രമല്ല സുവിശേഷ സന്ദേശത്തിലുള്ളത്. ആ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിലും സുവിശേഷ സന്ദേശത്തിൽ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുവാൻ പോകുന്നു, ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ പോകുന്നു. അതുകൊണ്ട് നിന്റെ പാപവഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ഒരുക്കിയ രക്ഷാമാർഗത്തെ അംഗീകരിക്കണമെന്നുള്ള ശക്തമായ ദൂതുമുണ്ട്. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ സംസാരിച്ച വാക്കുകളെ കുറിച്ച് സുവിശേഷങ്ങൾ നാം വായിക്കുന്നത് അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നുവെന്നാണ്. ഹിസ് വേർഡ്സ് വെർ ലവ്ലി വേർഡ്സ്. ലാവണ്യ വാക്കുകൾ. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്, മകളെ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു ഇത്യാദി ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ യേശു ഏറ്റവും ഗൗരവമേറിയ കഠിനതരമായ ന്യായവിധിയുടെ വാക്കുകളും പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? യേശു പറഞ്ഞത് ആശ്വാസത്തിന്റെയും പാപമോചനത്തിന്റെയും വാക്കുകൾ മാത്രമല്ല, ഒരു ന്യായവിധി വരുന്നു. ന്യായവിധി പുത്രങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം വരുവാൻ പോകുന്നു, ഒന്ന് ദൈവം കണക്ക് ചോദിക്കും, ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടും. അതും യേശു ആവർത്തിച്ച് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും വാക്കുകൾ മാത്രമല്ല യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അനേകവട്ടം, എല്ലാം വായിച്ചു കേൾപ്പിക്കാനും നേരമില്ലല്ലോ, അനേകവട്ടം ന്യായവിധിയുണ്ട്, നരകമുണ്ട്, പാപത്തിന് ശിക്ഷയുണ്ട്, എന്നെ വിട്ടു പോകുവീനെന്ന് ഒരു നാളിൽ, അന്ത്യനാളിൽ ഞാൻ നിങ്ങളോട് പറയും ഇത്യാദി കഠിനമെന്ന് തോന്നിക്കുന്ന വാക്കുകളും യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. വേദപുസ്തകത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ?
സമാധാനവും ആശ്വാസവും മാത്രമല്ല ഉള്ളോ, ന്യായവിധിയുണ്ടോ, നരകമുണ്ടോ, ദൈവം കോപിക്കുമോ, ദൈവത്തിന് ശിക്ഷയുണ്ടോ, അങ്ങനൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം തീർക്കാൻ ഒരു 5-6 വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വേറെയും അനേക വാക്യങ്ങളുണ്ട്. നേരമില്ല ഉണ്ടായിരുന്നെങ്കിൽ അതും വായിച്ച് കേൾപ്പിക്കാമായിരുന്നു. നിവൃത്തിയില്ലല്ലോ. സാമ്പിളിനായിട്ട് കുറച്ച് വാക്യങ്ങളൊന്ന് വായിക്കാം. യേശുക്രിസ്തു തന്നെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 22, 27, 29 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി എല്ലാം പുത്രന് പിതാവ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ പുത്രന്റെ ഒരു ജോലി ന്യായം വിധിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് പുത്രൻ വന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, അത് സത്യങ്ങളുടെ ഒരു വശം മാത്രമാണ്. സത്യത്തിന്റെ മറുവശം പറയുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ മാത്രമല്ല, ആ നല്ല ഇടയനെ സ്വീകരിക്കാത്തവരെ ന്യായം വിധിക്കുക എന്നുള്ള ജോലി കൂടി പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി 24-ാം വാക്യം കേൾക്കുക. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇനി എന്റെ 24-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടു എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. അവൻ ന്യായവിധിയിലാകാതെ, ന്യായവിധി ഉണ്ട്. ഇനി അതിന്റെ 28-ാം വാക്യം. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഒരു പുനരുത്ഥാനം വരുന്നു. ആ പുനരുത്ഥാനം എങ്കിൽ നന്മ ചെയ്തവർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഇന്നൽ രാത്രി നിങ്ങൾ കേട്ടതുപോലെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയായ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവരുടെ കാര്യമാണ്. അവർ ജീവനായും തിന്മ ചെയ്തവർ, പാപക്ഷമ പ്രാപിക്കാത്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. വേറെയും വാക്യങ്ങളുണ്ട് കേട്ടോ. അനേകവട്ടം യേശു പറയുകയാണ്, ന്യായവിധി വരുന്നു. സമാധാനത്തിന്റെ വാക്കുകൾ മാത്രമല്ല യേശു ക്രിസ്തു പറഞ്ഞത്, മുന്നറിയിപ്പിന്റെ വാക്കുകൾ അവൻ പറഞ്ഞു. ന്യായവിധി വരുന്നു. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവക്രോധം. അങ്ങനെ ഒരു കാര്യമുണ്ടോ? ദൈവം സ്നേഹവാനല്ലേ? ദൈവം സ്നേഹം തന്നെ എന്നല്ലേ വേദപുസ്തകം പറയുന്നത്? അത് ശരി തന്നെ. പക്ഷേ അതിന് മറുവശമുണ്ട്. ദൈവത്തിന് കോപമുണ്ട്. ദൈവത്തിന്റെ ക്രോധം പുത്രനിൽ വിശ്വസിക്കാത്തവരുടെ മേൽ വസിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരിക. റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. മനുഷ്യന്റെ അഭക്തിക്കും അനീതിക്കുമെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. മനുഷ്യന്റെ അനീതിക്കും അഭക്തിക്കുമെതിരെ ദൈവത്തിന്റെ കോപം വരുന്നു. 2-ാം അധ്യായം റോമാലേഖനം അതിന്റെ 2-ാമത്തെ വാക്യം. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. പാപം പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണയായി വരും. ഇനി അതിന്റെ 5-ാം വാക്യം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസം. അങ്ങനെ ഒരു ദിവസമുണ്ട് കേട്ടോ. ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. 8-ാം വാക്യം. ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും.
സ്നേഹവാനായ ദൈവത്തിന്റെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്. ആ ദൈവം ശാഠ്യ മനോഭാവത്തിൽ മാനസാന്തരപ്പെടാതെ അനീതിയും അഭക്തിയും പ്രവർത്തിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. വേദപുസ്തകം ദൈവം സ്നേഹമാണെന്നും ക്ഷമിക്കുന്നവനാണെന്നും പറയുന്നത് പോലെ തന്നെ പറയുന്നൊരു സത്യമാണ്. ദൈവത്തിന്റെ കോപവും ക്രോധവും വെളിപ്പെടാനായിട്ട് പോകുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ദൈവത്തിന്റെ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നുവെന്ന് ആവർത്തിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളൊന്ന് കേൾക്കണമേ. വെളിപ്പാട് പുസ്തകം 6-ന്റെ 16-ഉം 17-ഉം. മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ മഹാകോപ ദിവസം വന്നു. ഇന്നലെ രാത്രി എന്റെ സഹോദരൻ വർഗീസ് കുര്യൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ദൈവ കുഞ്ഞാടാണ് യേശുക്രിസ്തു. ഇന്നലെ രാത്രി യേശുക്രിസ്തുവിനെ കുഞ്ഞാടായി ചിത്രീകരിച്ച് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ആ കുഞ്ഞാടുണ്ടല്ലോ, ആ കുഞ്ഞാടിന് കോപമുണ്ട്. കുഞ്ഞാടിന്റെ മഹാകോപ ദിവസം വന്നു. അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായത്തിൽ ഫെലിക്സ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയോട് പൗലോസ് ഒരു പ്രസംഗം നടത്തി. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ഒന്ന് കേൾക്കണേ. പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 24-ഉം 25-ഉം വാക്യങ്ങളൊന്ന് കേൾക്കുക. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദൃസില്ലയുമായി വന്നു. പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള സുവിശേഷ പ്രസംഗം ഫെലിക്സ് എന്ന ഭരണാധികാരി കേട്ടു. ആട്ടെ, എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പൗലോസ് പ്രസംഗിച്ചപ്പോ, സുവിശേഷം പ്രസംഗിച്ചപ്പോ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി അതിനെക്കുറിച്ചും പ്രസംഗിച്ചു. അത് കേട്ടപ്പോൾ ഫേലിക്സ് ഭയപരവശനായി. വായിച്ചാട്ടെ. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഫെലിക്സ് എന്ന ഈ ഭരണാധികാരി മുട്ടടിച്ചുപോയി, വിറച്ചുപോയി. ഏത് കേട്ടിട്ട്? പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട്. നീതിയെക്കുറിച്ചും ഇന്ദ്രിയജയത്തെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും പൗലോസ് ശ്ലീഹ പ്രസംഗിച്ചപ്പോൾ ഫെലിക്സ് എന്ന ഭരണാധികാരി പേടിച്ചു വിറച്ചു. പൗലോസ്, ഇപ്പൊ പൊയ്ക്കോ, ഇനി ഇത് കൂടുതൽ പറയണ്ട, എനിക്ക് പേടിയാകുന്നു, നീ പൊയ്ക്കോ, ഇനി അവസരമുള്ളപ്പോൾ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പറ്റുകയല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. യൂദായുടെ ലേഖനം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം നീതികെട്ടവരെ വിധിപ്പാൻ വരുന്നു. പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നീതികെട്ടവരെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി ദൈവം കാക്കുന്നു. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. യേശുക്രിസ്തു തന്നെ പറഞ്ഞൊരു കാര്യമാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ആരെയാണ് ഭയപ്പെടേണ്ടത് എന്ന് യേശുവോട് പറയുകയാണ്. മത്തായി 10-ന്റെ 28-ാമത്തെ വാക്യം. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവൻ, നരകത്തിൽ തള്ളിയിടുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. യേശു പറയാണ്, നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ ചിലർക്കൊക്കെ ഒത്തേക്കാം, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട. എന്നാൽ നിന്നെ നരകത്തിൽ തള്ളിയിടുവാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവനെ ഭയപ്പെടുവീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി സുവിശേഷ സന്ദേശത്തിന്റെ ഭാഗമായി ഈ സത്യം നിങ്ങളെ അറിയിക്കട്ടെ. ദൈവം സ്നേഹവാനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം നല്ലവനാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ
അതേ വേദപുസ്തകം തന്നെ പറയുന്നു, അതേ യേശു ക്രിസ്തു തന്നെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു, പാപത്തിനെതിരെ ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരിക്കയും പിന്നെ ശിക്ഷാവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആ ന്യായാധിപൻ ആരാണെന്നും ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ന്യായവിധി ഉണ്ടെന്ന് മാത്രമല്ല, ജഡ്ജി ആരായിരിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. ആരാണ് ന്യായാധിപതി? യോഹന്നാൻ 5:22 വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യമാണത്. പിതാവാം ദൈവത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. ദൈവത്തിന്റെ ബഹുമാനം ഏറ്റുവാങ്ങുവാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല. പിതാവിനെ ബഹുമാനിക്കുന്ന അതേ ബഹുമാനത്താൽ പുത്രനെ ബഹുമാനിക്കണം. എന്നിട്ട് പറയാണ്, ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ന്യായാധിപൻ ആരാണെന്നുള്ളതും ജഡ്ജി ആരാണെന്നുള്ളതും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. അവിടെ പൗലോസ് അപ്പോസ്തലൻ, നമ്മളിപ്പോ ആദ്യം വായിച്ചത് യേശു പറഞ്ഞ വാക്കുമാണ്. പൗലോസ് ശ്ലീഹ ഏഥൻസിൽ ചെയ്ത പ്രസംഗത്തിൽ ഈ ന്യായാധിപന്റെ കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-31 വാക്യങ്ങൾ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. തിരുനക്കരയിലുള്ള കോട്ടയത്തുള്ളവരോടും ദൈവം കൽപ്പിക്കുന്നു. എല്ലായിടത്തുമുള്ള എല്ലാ മതത്തിലും എല്ലാ സമുദായത്തിലും എല്ലാ ജാതിയിലും പെട്ട എല്ലാവരും മാനസാന്തരപ്പെടണം. അടുത്ത വാക്യം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇത് കേട്ടോ. ഇത് ഞാൻ പറയുന്നതല്ല, ജോൺ പി തോമസ് പറയുന്നതല്ല, ഞങ്ങളാരും പറയുന്നതല്ല. വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നീതിയിൽ ലോകത്തെ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസം നിയമിച്ചു. ആരാ ന്യായാധിപതി? തുടർന്ന് വായിച്ചാട്ടെ. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട് ഈ ന്യായവിധിയുടെ ഉറപ്പ് നൽകിയിരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ ഒറ്റയാളേ ഉള്ളൂ. ലോക ചരിത്രത്തിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒറ്റയാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അപ്പൊ ന്യായാധിപൻ ആരാണെന്ന് ആർക്കും സംശയം വേണ്ട. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഏക പുരുഷൻ ആരോ അവനെയാണ് ദൈവം ന്യായാധിപതിയായി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ന്യായാധിപതി. ഈ ലോകത്തിലെ മനുഷ്യന്റെ ഇന്നത്തെ ജീവിതവും പ്രവൃത്തികളും ഒക്കെ കണ്ടാൽ യാതൊരു ദൈവഭയവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വന്ന് പത്രം വായിക്കാൻ പാടില്ലാത്ത പോലെ മോശമായിരിക്കുകയാണ്. പത്രത്തിലെ വാർത്തകൾ പോലും നമുക്ക് വായിക്കാൻ മനസ്സ് വരുന്നില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ദിവസങ്ങൾ പത്രത്തിൽ വരുന്നത്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന വികൃതമായ പാപങ്ങൾ, മ്ലേച്ഛമായ പാപങ്ങൾ, എന്തെല്ലാം കള്ളത്തരം, എന്തുമാത്രം കൈക്കൂലി, എന്തുമാത്രം അഴിമതി, എന്തെല്ലാം വൃത്തികേടുകൾ മനുഷ്യൻ ചെയ്തു കൂട്ടുകയാണ്. മനുഷ്യന് ഭയമില്ല. ഒരു ന്യായവിധി ഉണ്ടെന്നോ ന്യായാധിപനെ ദൈവം ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നോ മനുഷ്യൻ വിശ്വസിക്കുന്നില്ല. എന്നും ഇങ്ങനങ്ങ് പോകും, ഇങ്ങനങ്ങ് പോയി ഒരു ദിവസം എന്റെ കഥ കഴിയും, ഇത്രയേ ഉള്ളൂ എന്നാണ് മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത്. മനുഷ്യ, നിനക്ക് തെറ്റി. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, അതോടെ കാര്യം തീരുന്നില്ല. ഒരു വാക്യം അത് കേൾക്കുക. 50-ാമത്തെ സങ്കീർത്തനം 50, അതിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കേൾക്കണം. 50-ാം സങ്കീർത്തനം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു. കള്ളനെ കണ്ടാൽ നീ അവന്റെ കൂടെ കൂട്ടുകൂടും. 10 രൂപ ഉണ്ടാക്കാൻ മാർഗമുണ്ടെങ്കിൽ ശമ്പളമല്ലാതെ കിമ്പളം എവിടെ കിട്ടുമോ, ഏത് ഓഫീസായിക്കോട്ടെ, നിനക്ക് സർക്കാർ ജോലി ചെയ്യുന്നതിന് ശമ്പളം തരുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ നീ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. കള്ളനെ കണ്ടാൽ അവനോട് നീ കൂട്ടുകൂടും. പിന്നെ
വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. ഒരു പക്ഷേ വ്യഭിചാരം എന്ന പ്രവൃത്തി നീ ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ നിന്റെ കയ്യിലുള്ള ഈ കൊച്ചു ഫോൺ ഉണ്ടല്ലോ, ഈ ഫോൺ വഴി എന്തുമാത്രം വ്യഭിചാരമാണ് ഇന്ന് ദിവസവും ചെയ്തു കൂട്ടുന്നത്. യേശുക്രിസ്തു മത്തായി 5:28 പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇന്നത്തെ സിനിമകൾ, ഇന്നത്തെ പാട്ടുകൾ, ഇന്നത്തെ സീരിയലുകൾ, ഇന്നത്തെ TV പരിപാടികൾ, ഇന്ന് ഇന്റർനെറ്റിൽ കിട്ടുന്ന കാര്യങ്ങൾ, അയ്യോ എന്ത് പറയാൻ. വ്യഭിചാരം ചെയ്യുന്നൊരു തലമുറ. ഒരു പക്ഷേ നീ ഒരു സ്ത്രീയെ തൊടുന്നില്ലായിരിക്കും, വേറൊരുത്തന്റെ വീട്ടിൽ നീ പോകുന്നില്ലായിരിക്കും. എന്നാൽ നിന്റെ കിടപ്പുമുറിയിൽ നീ കാണുന്ന കാര്യങ്ങൾ നിമിത്തം മലീമസമായ കാര്യങ്ങൾ നിന്റെ ഉള്ളിലേക്ക് നീ വലിച്ചു കുടിക്കുകയാണ്. എത്രയെത്ര മണിക്കൂറാണ് അശുദ്ധി കാണാനായിട്ട് നിന്റെ കണ്ണിനെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നിനക്ക് ഭാര്യ ഉണ്ടായിരിക്കെ പരസ്ത്രീയുമായുള്ള ബന്ധം രഹസ്യമായി പുലർത്തുന്ന എത്രയോ പേര് ഇന്ന് രാത്രി തിരുനക്കര മൈതാനത്തിനെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായി. നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരു പുരുഷനുമായി രഹസ്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ സ്ത്രീകൾ ഒരുപക്ഷെ ഇന്ന് രാത്രി വാക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരിയെ കണ്ടാൽ നീ അവനോട് കൂട്ടുകൂടും. നിന്റെ ചിന്തയിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ വായനയിൽ, നിന്റെ ചിത്രം കാണലിൽ, നിന്റെ TV കാണലിൽ, നിന്റെ കമ്പ്യൂട്ടർ കാണലിൽ, നിന്റെ ഇന്റർനെറ്റ് വാച്ചിങ്ങിൽ എന്തുമാത്രം വ്യഭിചാരം, എന്തുമാത്രം അശുദ്ധിയാണ് നീ ദിവസവും കണ്ട് കണ്ട് കൂട്ടുന്നത്. അടുത്തത്, നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. എന്തെല്ലാം വഞ്ചനയാ നാവ് കൊണ്ട് മനുഷ്യൻ പറയുന്നത്. നുണ പറയുന്നതിന് അതിരില്ല, ഒരു മടിയുമില്ല. വായിച്ചാട്ടെ. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിന്റെ സഹോദരന് വിരോധമായി നീ സംസാരിക്കുന്നു. നിന്റെ കുടുംബത്തിലുള്ള നിന്റെ സഹോദരന് വിരോധമായി സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, അപ്പന്റെ വസ്തുവക വീതിക്കുന്നതിന്റെ പേരിൽ എന്തെല്ലാം കേസുകൾ. സഹോദരനെ വഞ്ചിക്കുന്ന, സഹോദരനുമായി വഴക്കുണ്ടാക്കുന്ന, സ്വത്തിന് വേണ്ടി കേസ് കളയ്ക്കുന്ന എത്രയോ പേര് ലോകത്തിലുണ്ട്. സ്വന്തം സഹോദരനുമായി പിണങ്ങിയിരിക്കുന്നു. പിന്നെ നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കയാൽ ദൈവം പറയുകയാണ്, ഇതൊക്കെ നീ ചെയ്തിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. ഇത്രേ വർഷമായി കൈക്കൂലി മേടിച്ച് വീടും പണിതു, കാറും മേടിച്ചു, സ്കൂട്ടറും മേടിച്ചു. എനിക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. അപ്പൊ നീ വിചാരിച്ചു ഞാനും നിന്നെ പോലെ ഉള്ളവനാണെന്ന്. ദൈവം ഒരു കൊച്ചു കള്ളനാണെന്ന് നീ അങ്ങ് വിചാരിച്ചു. നിന്റെ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന, നിന്റെ കൈക്കൂലിക്ക് കൂട്ടുനിൽക്കുന്ന, നിന്റെ ദുർമാർഗത്തിന് കൂട്ടുനിൽക്കുന്ന മറ്റൊരു പൊടി കള്ളനാണ് ദൈവം എന്ന് നീ അങ്ങ് വിചാരിച്ചു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാനും നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. അടുത്ത വാക്യം, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച്, എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന പാപങ്ങളൊന്നും മറഞ്ഞു പോകുന്നില്ല. അത് മറന്നു പോകുന്നില്ല, അത് മാഞ്ഞു പോകുന്നില്ല. നീ ചെയ്ത സകല കാര്യങ്ങളെയും ഒരു ദിവസം നിന്റെ കണ്ണിന് മുമ്പിൽ നിനക്ക് കാണത്തക്കവണ്ണം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധി എന്ന് വേറൊരു വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു. നിന്നെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ഒരു മനുഷ്യനും പറയാനൊക്കെയല്ല, അയ്യോ ദൈവം തമ്പുരാനെ ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, എന്നെ വെറുതെ നരകത്തിൽ കളയല്ലേ, അയ്യോ ഇത് നേരല്ല, ഈ ന്യായവിധി ശരിയല്ലെന്ന് നീ പറയുകയില്ല. കാരണം നീ ചെയ്ത കാര്യം നിന്റെ കണ്ണിന് മുമ്പിൽ നീ കാണുക അവിടെ നിരത്തി വെക്കും. നീ തലയിൽ മുണ്ടിടേണ്ടി വരും, നീ കണ്ണടയ്ക്കേണ്ടി വരും, നീ തല കുനിക്കേണ്ടി വരും. പള്ളിയിൽ മാന്യനായി, സഭയിൽ മാന്യനായി, സമുദായത്തിൽ മാന്യനായി, ലോകത്തിൽ വിശുദ്ധനായി അഭിനയിച്ചു നടന്ന നീ നിന്റെ രഹസ്യ ജീവിതം എന്തായിരുന്നുവെന്ന് ദൈവം നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി കാണിക്കുമ്പോൾ, വീഡിയോ വഴി കാണിക്കുന്നത് പോലെ നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ കാണിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധിക്ക് നീ ആമേൻ പറയേണ്ടി വരും. അടുത്ത വാക്യം, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല.
പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള വാക്യങ്ങൾ വേറെയും ഉണ്ട്. എന്നാൽ നമുക്ക് സമയമില്ലല്ലോ എല്ലാം വായിക്കാൻ. ഞാനിതുകൊണ്ട് ആ ഭാഗം വിടട്ടെ. പാപത്തിനെതിരെ നീതിയുള്ള ന്യായാധിപതിയായ ദൈവത്തിന്റെ കോപം വരുന്നു. എന്നെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മതത്തിൽ ചേരാത്തതിനല്ല ശിക്ഷ, എന്റെ പള്ളിയിൽ നീ വരാത്തതിനല്ല ശിക്ഷ, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ കൂടാത്തതിനല്ല ശിക്ഷ, നീ മതഭക്തനാകാത്തതിനല്ല ശിക്ഷ. ശിക്ഷ എന്തിനാണെന്നറിയാമോ? നീതിമാനായ ദൈവം നിനക്കൊരു ജീവിതവും ശരീരവും ബുദ്ധിയും മനസ്സും തന്ന് ഈ ലോകത്തിലാക്കിയിട്ട് ആ മനസ്സിനെ നീ ദുരുപയോഗപ്പെടുത്തി. നിന്റെ കണ്ണുകൊണ്ട് അശുദ്ധി കാണുവാൻ നീ ശ്രമിച്ചു. നിന്റെ ശരീരത്തിലെ അവയവങ്ങളെ പാപത്തിനായിട്ട് നീ ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ മണിക്കൂറുകളെ മോശമായ കാര്യങ്ങൾക്കായിട്ട് നീ ഏൽപ്പിച്ചു കൊടുത്തു. മോശമായ കാര്യങ്ങളെ നല്ല കാര്യങ്ങളാക്കി നീ ചിത്രീകരിച്ചു. നിന്റെ മനസാക്ഷി തന്നെ നിന്നോട് പറഞ്ഞതാണ് ഇത് ശരിയല്ല. പക്ഷേ അത് കേൾക്കാതെ പാപത്തിന്റെ വഴിയിൽ നീ നടന്നു. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിലെ ഭിലായി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു മൈതാനത്തൊരു യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. യോഗം കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ, ഞാനൊരു പാപിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നോടൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അവനൊരു 10-20 വയസ്സ് കാണും. നിനക്ക് നിന്റെ ജീവിതത്തെ നോക്കി ഇങ്ങനെയൊന്ന് പറയാമോ? നിന്റെ ജീവിതത്തിന്റെ ജഡ്ജി ആയിട്ട് ഞാൻ നിന്നെ തന്നെ ഇരുത്താൻ പോവുക. പ്രതിയും നീ തന്നെയാ, ജഡ്ജിയും നീ തന്നെയാ. എന്നിട്ട് നിന്നെ നോക്കി നീ ഇങ്ങനെ പറയണം. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ 20 വർഷക്കാലമായി തെറ്റാണെന്ന് അവൻ അറിയാവുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. തെറ്റാണെന്ന് ബൈബിള് പറയുന്നതോ അച്ഛൻ പറഞ്ഞതൊന്നുമല്ല. തെറ്റാണെന്ന് അവന് തന്നെ അറിയാവുന്ന ഒരു കാര്യവും അവൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടുന്നു എന്ന് നിന്റെ ജീവിതത്തെ നോക്കി നീ ഒന്ന് പറയാൻ പറ. അവൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു. അവൻ ആദ്യം പറഞ്ഞ മണ്ടത്തരമായിരുന്നെങ്കിലും അവൻ സത്യസന്ധനായിരുന്നു. അവൻ പറയാ, ഐ തിങ്ക് ഐ എം എ സിന്നർ. ഞാനൊരു പാപിയാന്നാ തോന്നുന്നതെന്ന്. എന്റെ മുന്നേ അതിന് PhD എടുക്കണോ? നീ പാപിയാന്ന് തോന്നണമെങ്കിൽ നെഞ്ചത്തൊന്ന് കൈവച്ചാൽ മതിയല്ലോ. ജനിച്ചപ്പം മുതൽ നാളിതുവരെ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട്. സത്യമല്ല ഈ പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയാം. ഇതല്ല സത്യം. ഇതറിഞ്ഞോണ്ടല്ല നീ പറഞ്ഞത്. എന്തെല്ലാം വ്യാജം പറഞ്ഞിട്ടുണ്ട്. തെറ്റായ എത്രയോ സ്ഥാനങ്ങളിൽ നിന്റെ കണ്ണ് നീ ഓടിച്ചിട്ടുണ്ട്. നോക്കാൻ പാടില്ലെന്ന് നിനക്കറിയാവുന്ന എത്രയോ കാര്യങ്ങൾ നീ നോക്കിയിട്ടുണ്ട്. പറയാൻ പാടില്ലാത്ത എത്രയോ വാക്കുകൾ നീ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കാൻ പാടില്ലാത്ത എത്രയോ ചിന്തകൾ നിന്റെ മനസ്സിൽ നീ ചിന്തിച്ചിട്ടുണ്ട്. നിനക്കറിയാം ഇതെല്ലാം തെറ്റാണെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധി പാപത്തിനെതിരെയാണ് വരുന്നത്. ഒരു പ്രത്യേക മതക്കാരെ ദൈവം ശിക്ഷിക്കുകയല്ല, പ്രത്യേക സഭക്കാരെ ശിക്ഷിക്കാതെ വിടുകയല്ല. അതൊന്നുമല്ല ദൈവത്തിന് വിഷയം. നിന്റെ മതത്തിന്റെ പേരെന്താ, നിന്റെ പള്ളിയുടെ പേരെന്താ, അതൊന്നുമല്ല ഇന്ന് രാത്രി ദൈവത്തിന് വിഷയം. നിനക്കൊരു ജീവിതവും ജീവനും ഞാൻ തന്നിട്ട് ഈ ലോകത്തിൽ നീ ജീവിച്ചപ്പോൾ അശുദ്ധിക്കായി നിന്റെ ജീവിതത്തെ നീ ഏൽപ്പിച്ചു കൊടുത്തോ? പാപത്തിനായി നിന്നെ തന്നെ നീ ഏൽപ്പിച്ചു കൊടുത്തുവോ? റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിന്റെ 3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി, ഏതു വായും അടഞ്ഞ് എല്ലാ നാവും മിണ്ടാതായി, ദൈവം മാത്രം നീതിമാൻ, ഞാൻ തെറ്റുകാരനെന്ന് നീ സമ്മതിക്കുന്ന ഒരു ദിവസം വരുന്നുവെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപം അതാണ് ന്യായവിധി വിളിച്ചു വരുത്തുന്നത്. നിന്റെ മതത്തിന്റെ പേരല്ല, നിന്റെ സഭയുടെ പേരല്ല, മറ്റൊന്നുമല്ല. നിന്റെ പാപം ഇന്ന് രാത്രി അതുകൊണ്ട് ന്യായവിധി പാപത്തിനെതിരെയാണ് വരുന്നത്. ഞാൻ 3-ാമതായിട്ടൊരു കാര്യം കൂടെ പറയട്ടെ. ദൈവം മരണത്തെ നിയമിച്ചെന്ന് പറഞ്ഞു, പിന്നെ ദൈവം ന്യായവിധി നിയമിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? നമ്മൾ ആദ്യം വായിച്ച വാക്യം എബ്രായ ലേഖനം 9-ാം അധ്യായം. അവിടെ വേറൊരു കാര്യം കൂടെ ദൈവം നിയമിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? നിന്റെ ന്യായവിധിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ള ഒരാളെ കൂടെ ദൈവം അവിടെ നിയമിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 28-ാം വാക്യം പറയാണ്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സുവിശേഷ സന്ദേശത്തിന്റെ കാതലിലാണ്. അവൻ മരണം നിയമിച്ചു, ന്യായവിധി നിയമിച്ചു എന്ന് മാത്രമല്ല, ആ ന്യായവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഒരു മാർഗവും നിയമിച്ചിട്ടുണ്ട്. എന്താ മാർഗം? അനേകരുടെ പാപങ്ങളെ ക്രിസ്തു ചുമന്ന് തന്നെത്താൻ അർപ്പിച്ചു.
നമ്മൾ വായിച്ച വാക്യത്തിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം നോക്കിയാൽ, അതായത് എബ്രായർ 9:26 ഒടുവിലത്തെ ഭാഗം, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പൊ ദൈവം വേറൊരു കാര്യം കൂടെ നിയമിച്ചിട്ടുണ്ട്. എന്റെ മരണം മാത്രമല്ല നിയമിച്ചത്, എന്റെ ന്യായവിധി മാത്രമല്ല നിയമിച്ചത്, വേറൊരു നിയമനം, ഒരു പ്രൊവിഷൻ കൂടെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ദൈവം ഒരാളെ നിയമിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം വരികയാണ്. നാം എല്ലാവരും പാപം ചെയ്ത് ദൈവവഴിയിൽ നിന്ന് അകന്നുപോയി ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ലാത്തവരായി തീർന്നു. എന്നാൽ നമ്മെ സ്നേഹിച്ച ദൈവം നമ്മെ നിത്യനരകത്തിൽ തള്ളിക്കളയാതിരിക്കേണ്ടതിന്, നമ്മുടെ ന്യായവിധി നീങ്ങിപ്പോകേണ്ടതിന്, നമ്മുടെ ന്യായവിധി മുഴുവനും വേറൊരുത്തന്റെ മേലേൽപ്പിച്ചു. വേറെ ആരുടെയെങ്കിലും മേലേൽപ്പിച്ചാൽ ഒക്കെ ഇല്ല, പാപമില്ലാത്തവന്റെ മേലേൽപ്പിച്ചാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ദൈവം താൻ മനുഷ്യനായി വന്ന് നാം ഇവിടെ വായിച്ച പോലെ സ്വന്തം യാഗം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ കാൽവരിലെ ക്രൂശിൽ മരിച്ചു. പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ആദ്യത്തെ രാത്രിയിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചതുപോലെ, യേശു നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം കഷ്ടമനുഭവിച്ച് മരണശിക്ഷയേറ്റു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന്റെ ന്യായവിധി, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കൽ എന്നേക്കുമായി സഹിച്ചു. ദൈവം ന്യായവിധിയും മരണവും മാത്രമേ നിയമിച്ചുള്ളായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ സുവിശേഷ പ്രസംഗത്തിന് ആവശ്യമില്ലായിരുന്നു, അർത്ഥമില്ലായിരുന്നു, പ്രസക്തിയില്ലായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരു പന്തൽ ഇവിടെ ഇട്ടത്? എന്തിനാണ് ഇത്രയും പണം മുടക്കിയത്? എന്തിനാണ് എല്ലാവരും വന്നുകൂടിയിരിക്കുന്നത്? ന്യായവിധിയും മരണവും മാത്രമല്ല, ദൈവം ആ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു മാർഗമൊരുക്കിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവൻ മനുഷ്യനായി വന്ന് സ്വന്തം യാഗം കൊണ്ട് അവൻ തന്നെ യാഗമായി തീർന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വഴിയുണ്ടാക്കി. നീതിമാനായ ദൈവത്തിന്റെ വഴിയാണ് നാം പാപം ചെയ്തത്. ആ ന്യായാധിപനാണ് നമ്മെ കുറ്റം വിധിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, ഏത് രാജാവിനെതിരെ കുറ്റം ചെയ്തുവോ ആ രാജാവ് ശിക്ഷ അനുഭവിക്കുന്ന കാര്യം നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏത് ന്യായാധിപനാണോ ശിക്ഷ വിധിക്കുന്നത് ആ ന്യായാധിപൻ തന്നെ ആ ശിക്ഷ ഏറ്റെടുക്കുന്നതായി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോക ചരിത്രത്തിൽ എങ്ങും അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പുസ്തകത്തിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. നീതിമാനായ ദൈവത്തിനെതിരെയാണ് നമ്മൾ പാപം ചെയ്തത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്താൽ എന്നേക്കും കൈവിടപ്പെട്ട് നിത്യനരകത്തിൽ നാം വേദന അനുഭവിക്കണം. അതാണ് പാപത്തിന്റെ ശമ്പളം. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് ആ ന്യായാധിപത തന്നെ മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിൽ വന്ന് പാപരഹിത ജീവിതം നയിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ അവൻ കയറി. പത്രോസ്ലീഹ തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. എന്റെ പ്രസംഗം അവസാനിപ്പിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. എന്റെ പ്രിയ കേൾവിക്കാരെ, നിങ്ങളും ഞാനും നമ്മുടെ പാപത്തിന് ഫലമായി അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവനും യേശുക്രിസ്തു തന്റെ ക്രൂശമരണത്തിൽ നമുക്ക് വേണ്ടി സഹിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്തെന്നവൻ നിലവിളിച്ചപ്പോൾ നിങ്ങളും ഞാനും നിത്യകാലം നരകത്തിൽ അനുഭവിക്കേണ്ട വേദന യേശു തന്റെ ക്രൂശമരണത്തിൽ സഹിക്കുകയായിരുന്നു. അത് വേദനപ്പെട്ടവൻ മരിച്ചു. ഞാനും നിങ്ങളും നിത്യകാലം ദൈവത്താൽ കൈവിടപ്പെട്ട് നരകത്തിൽ അനുഭവിക്കേണ്ട വേദന യേശു കർത്താവ് തന്റെ ക്രൂശമരണത്തിൽ സഹിച്ചു. അതിവേദനയോടെ അവൻ മരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ ഞാനും നീയും അനുഭവിക്കേണ്ട അതിഭയാനകമായ വ്യഥ, ദൈവ കോപത്തിന്റെ ആ വാള് പുത്രന്റെ മേൽ വീണു. നാം ശിക്ഷ അനുഭവിക്കേണ്ടത് അവൻ ശിക്ഷ അനുഭവിച്ചു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു പോകുന്നതിന് മുൻപ് ലൂക്കോസ് സുവിശേഷ ഒടുവിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമൊക്കെയും പോയി എന്റെ നാമത്തിൽ
ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കാര്യം പറയണം. കൂടാതെ എൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം. ഇന്ന് രാത്രി എന്തിനാണ് ഇത് കോട്ടയത്തെ പ്രസംഗിക്കുന്നത്? യേശുക്രിസ്തു പറഞ്ഞതിന്റെ അനുസരണത്തിനായിട്ടാണ്. അവൻ കഷ്ടം അനുഭവിച്ചു, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ശിക്ഷ. പ്രിയ സ്നേഹിത, നിന്റെ പാപത്തിന് ശിക്ഷ അവൻ സഹിച്ചു. നീ ചെയ്ത തെറ്റിന് അവൻ ഉത്തരവാദിയായി തീർന്നു. അവൻ അറിയാത്ത തെറ്റിന്റെ അടി അവൻ കൊണ്ടു. അവൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അവൻ അനുഭവിച്ചു. നിന്റെ സകല കൊള്ളരുതായ്മയ്ക്കും അവൻ ഉത്തരം പറഞ്ഞു. നിന്റെ പാപപ്രശ്നം അവൻ ക്രൂശമരണത്തിൽ പരിഹരിച്ചു. ഇന്ന് രാത്രി ആ വാർത്ത ലോകം മുഴുവൻ പോയി പറയണമെന്ന് യേശു പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് ലോകം മുഴുവൻ ഇത് പറയുന്നത്. അതിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? കർത്താവായ യേശുവേ, എന്റെ ശിക്ഷ, എന്റെ പാപത്തിന്റെ ശിക്ഷ എനിക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ച ദൈവപുത്രൻ നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപമോചനത്തിനായി നിന്നിൽ ഇന്ന് രാത്രി ഞാൻ ശരണപ്പെടുന്നു. നിന്നെ എന്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് കർത്താവേ വരണമേ എന്ന് നീ ഒരു വാക്ക് കർത്താവിനോട് പറയുമോ? ഈ നിമിഷം നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടും. നിനക്കൊരു ദൈവവൈതലായി തീരുവാൻ കഴിയും. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മുടെ ശിരസ്സുകളെ നാം കുനിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം തന്ന മുന്നറിയിപ്പ് അവഗണിക്കരുതേ. ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പ് പോലെ അല്ല കേട്ടോ ഇത്. അതിനേക്കാൾ വളരെ ഗൗരവമേറിയ മുന്നറിയിപ്പാണ്. നിന്റെ പാപത്തിന് നേരെയുള്ള ദൈവത്തിന്റെ ശിക്ഷയാകുന്ന നിത്യ നരകം, ന്യായവിധി വരുന്നുണ്ട്. എന്നാൽ ആ ശിക്ഷ നിനക്ക് വേണ്ടി ദൈവപുത്രൻ സഹിച്ചു കഴിഞ്ഞു. എല്ലാ കണ്ണുകളും അടഞ്ഞ് ദൈവസന്നിധിയിൽ നാം വിനയപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി തങ്ങളുടെ ഹൃദയത്തിൽ ആര് ഈ തീരുമാനം ചെയ്യും? കർത്താവായ യേശുവേ, ഞാനൊരു മഹാപാപി. എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രൻ ക്രൂശിൽ മരിച്ചുയർത്തുവെന്ന് ഞാൻ വിശ്വസിക്കുകയും എന്റെ പാപങ്ങളുടെ ക്ഷമയ്ക്കായി അവനിൽ ഞാൻ ഇന്ന് രാത്രി ശരണപ്പെടുകയും ചെയ്യുന്നു. കർത്താവായ യേശുവേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി നീ ഒരു പാപിയാണെന്ന് സമ്മതിച്ച് യേശുക്രിസ്തു നിന്റെ പാപത്തിന്റെ ശിക്ഷ സഹിച്ചു എന്ന് വിശ്വസിച്ച് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിന്റെ ഹൃദയത്തിൽ നീ അവനോട് നിലവിളിക്കുമെങ്കിൽ ഈ രാത്രി നിന്റെ ന്യായവിധി നീങ്ങിപ്പോകും, നിന്റെ പാപം ക്ഷമിക്കപ്പെടും. ആ നിലയിൽ ഇന്ന് രാത്രി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവിനെ സ്വീകരിക്കാനായിട്ട് മനസ്സുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ആത്മീയമായി സഹായിക്കുവാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വോളണ്ടിയേഴ്സ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആത്മീയമായി നിങ്ങളെ നയിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥന നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്രകാരം കർത്താവിനോട് പറയുക: കർത്താവേ, ഞാനൊരു പാപി. എന്റെ പാപത്തിന്റെ ശിക്ഷ എനിക്കായി സഹിച്ച ക്രിസ്തുവിൽ ഇന്ന് രാത്രി ഞാൻ ശരണപ്പെടുന്നു. അവൻ എന്റെ രക്ഷകനായി ഞാൻ അംഗീകരിക്കുന്നു. എന്നെ രക്ഷിക്കണം കർത്താവേ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ വലതുകരം ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തി കാണിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ സമീപിച്ച് നിങ്ങളെ സഹായിക്കുവാനും ആത്മീയമായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ കൈ ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. വേറെ ആരെങ്കിലും ഉണ്ടോ? അകത്തിരിക്കുന്നവര്, പുറത്തു നിൽക്കുന്നവര്, മറ്റാരെങ്കിലും ഉണ്ടോ? ദയവായിട്ട് ഒരു നിമിഷം നിങ്ങളുടെ കൈകളെ ഒന്ന് ഉയർത്തി കാണിക്കുക. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.